PSC കോഴ വിവാദം ഒരു ഉൾപാർട്ടി പ്രശ്നമായി പരിഗണിച്ച് ഒതുക്കി തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമായ നടപടിയാണ്. ഇത് കേവലമായൊരു പാർട്ടി തർക്കമല്ല. 22 ലക്ഷം രൂപ PSC മെമ്പറാക്കാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയ കേസാണിത്. ഈ കേസിൽ പാർട്ടി ഈ സംഭവം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പ് കയ്യിലുള്ള പാർട്ടി 22 ലക്ഷം രൂപ ഒരു ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയതായി സമ്മതിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. 22 ലക്ഷം രൂപ കോഴ കൊടുക്കാനോ കോഴ വാങ്ങാനോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് നീതീകരണമില്ലാത്ത ഒരു കുറ്റമാണ്. ഈ 22 ലക്ഷം രൂപയുടെ കണക്ക് എവിടെയാണുള്ളത്? ഈ പണം എങ്ങനെയാണ് കൈമാറിയത്? ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? ഗുരുതരമായ നിയമപ്രശ്നങ്ങളാണ് ഈ കേസിലുള്ളത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു അഴിമതി കേസാണിത്. മാധ്യമങ്ങളിൽ വാർത്ത വരികയും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവുകയും CPIM പാർട്ടി തന്നെ അത് പരിശോധിക്കുകയും പരിശോധിച്ച് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന കേസാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു FIR ഇടാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് ഈ കാര്യത്തിൽ എടുത്ത അന്വേഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഈ കേസ് ഒരു സാധാരണ കേസല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ അത്താണിയാണ്, ഏക പ്രതീക്ഷയാണ്. സർക്കാർ ജോലി കിട്ടുമെന്ന് കരുതി രാത്രി പകലാക്കി പഠിച്ച് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് ആളുകൾ അടങ്ങുന്ന റാങ്ക് ലിസ്റ്റുകൾ കേരളത്തിൽ നിയമനം കാത്തു കിടക്കുകയാണ്. തൊഴിലില്ലായ്മ വിസ്ഫോടനമാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. വളരെ കുറഞ്ഞ നിയമനം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. എല്ലാ കരാർ നിയമനങ്ങളുമാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പോഴും PSC പരീക്ഷകൾ നടത്തുന്നു, റാങ്ക് ലിസ്റ്റുകൾ പുറത്തിറക്കുന്നു, ഉദ്യോഗാർത്ഥികൾ തൊഴിൽ കാത്തു കിടക്കുന്നു. നടക്കുന്ന നിയമനങ്ങളിലെല്ലാം ഒരു പ്രത്യേക ശതമാനം അഴിമതിയാണ് നടക്കുന്നത്. പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള സംവിധാനങ്ങൾ കേരള PSCയിലുണ്ട്. നമ്മൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലും പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലും നടന്ന അഴിമതിയുടെ വിശദാംശങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് PSC പരീക്ഷ നടത്തി ആളുകളെ നിയമിക്കുന്നതിൽ കൃത്രിമം നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ്. 21 PSC മെമ്പർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഉത്തർപ്രദേശിൽ അത് 9 ആണ്. കേരളത്തിന്റെ 8 ഇരട്ടിയോളം 7 ഇരട്ടിയോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ വെറും 9 PSC മെമ്പർമാരേ ഉള്ളൂ. അപ്പോൾ PSC മെമ്പർമാരെ നിയമിക്കുന്നത് അഴിമതിയിലൂടെയാണ്. നിയമിക്കപ്പെടുന്ന മെമ്പർമാർ അഴിമതി നടത്താതെ എങ്ങനെ 25-50 ലക്ഷം രൂപ മുതലാക്കുന്നത്? അത് വേറൊരു ധാർമ്മികമായ പ്രശ്നം. നിയമപരമായ മറ്റൊരു പ്രശ്നം, കൈക്കൂലി വാങ്ങിയത് സ്ഥിരീകരിച്ചിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിക്കുന്നില്ല? കേരള പോലീസ് ഇതെല്ലാം കണ്ട് എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായിരിക്കുന്നത്?
ഇതൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. വ്യക്തമായൊരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായിരുന്ന ഒരാളാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. എളമരം കരീമിന്റെയും പി മോഹനന്റെയും അടക്കം എല്ലാവരുടെയും വലങ്കയാണ്. നിരവധി അനധികൃതമായ ഇടപാടുകൾ ഈ സംഘം കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നേരത്തെയും നടത്തിയിട്ടുണ്ട്. വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, കോറി മാഫിയ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ നടത്തുന്നതിൽ പ്രധാനിയാണ് ഇപ്പോൾ ആരോപണവിധേയനായി പുറത്താക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി നേതാവ്. അദ്ദേഹം വാദിയുടെ വീട്ടിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് കേരളത്തിൽ. നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വാദിയുടെ വീട്ടിൽ പോയിട്ട് സത്യാഗ്രഹം ഇരിക്കുന്നു. വാദിയെ ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഞാൻ പലതും വെളിപ്പെടുത്തിയാൽ എന്റെ ജീവൻ നഷ്ടമാവുമെന്ന് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഒരു FIR ഇട്ടിട്ടില്ല. ഒരു കേസ് എടുക്കുന്നില്ല. നിയമവാഴ്ചയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല.